നമ്മൾ സ്റ്റേജിലിരിക്കുന്ന ഉസ്മാൻ ഉസ്താദ് 3 തലമുറയെ നമ്മൾക്ക് പഠിപ്പിക്കാൻ, എന്തെങ്കിലും എൻ്റെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സേവനം അല്ലാഹു തആല അദ്ദേഹത്തിന് ഉന്നതയിലേക്ക് എത്താൻ സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അന്തമാമിൻ അഹബത്തി, നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നമ്മൾ സ്വർഗത്തിൽ എന്ന ഒരു ഹദീസ് നമ്മൾ ഓർക്കുക. നല്ലവരെ സ്മരിക്കുക, നല്ലവരെ പിന്തുടരുക. ബാഹ്യമായ എന്ത് പ്രലോഭനങ്ങളുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മളെ എല്ലാവരും ഈ സമസ്തയോട് അല്ലെങ്കിൽ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനോട് നമ്മൾ ഒത്തുപോകാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. തന്നെയല്ല, അവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരുണ്ട്, അതുപോലെ തന്നെ മഹല്ലത്തിലെ പലരുമുണ്ട്, ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിക്കാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദന്മാർക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ്സും ഒരുപാട് കാലം ഈ മദ്രസയിൽ അധ്യാപനം നടത്താൻ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവരെല്ലാവരും പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ മഹല്ലത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ നല്ല പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മുൻഗാമികളെ ചുവട് പിടിച്ച് തന്നെ അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മദ്രസ അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മദ്രസ എന്നാൽ ഒരു മഹല്ലത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആദ്യം എല്ലാവരും മദ്രസയിലെ ഒരു 95% ഈ മദ്രസ കൊണ്ട് അവസാനിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ദീനിനെ ബേസിക്കായി മനസ്സിലാവാൻ ഈ മദ്രസയാണ് ഇവിടെ അനിവാര്യം. അതിനുള്ള എല്ലാ സഹായം നിങ്ങളിൽ നിന്നുണ്ടാവണം, കമ്മിറ്റിയിൽ നിന്നുണ്ടാവണം. അല്ലാഹു തആല അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറപ്പെടണമെന്നും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായിട്ട് നമ്മുടെ സലാഹ് റഹ്മാനി ഒരു മിനിറ്റ് ഒടുങ്ങുന്നൊരു സംസാരം നമ്മളോട്. يعتصم بك يا خير الورى شرفا فالله حافظه من كل منتقم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഗുരുവര്യന്മാർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, നമ്മളൊക്കെ സാധാരണ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം റോഷ് മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റോഷ് ക്ലിനിക്ക്. അതുപോലെ കുറച്ചുകൂടി നീങ്ങിയാൽ പിന്നെ വേറൊരു ക്ലിനിക്ക് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്ത് ക്ലിനിക്കുകൾ പലതും ഉണ്ട്, പല ആളുകൾക്കും അറിയാം. നമ്മളവിടെയൊക്കെ പോയാൽ പനി വരുമ്പോൾ, അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ഈ ക്ലിനിക്കിൽ പോകും. നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കും, മെഡിസിനൊക്കെ കഴിക്കും. ഇതുപോലെ ഒരു ക്ലിനിക്കാണ് നമ്മുടെ ഈ സുബുലുൽ ഹുദാ മദ്രസ എന്ന് പറയുന്നത്. എല്ലാവർക്കും തിരിയാവുന്ന ഒരു ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണത്തിന്, നമ്മുടെ ഈ മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെന്റുകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ലോകത്തും വരാനിരിക്കുന്ന സത്യമായ പരലോകത്തും മനുഷ്യൻ രക്ഷപ്പെടാൻ ആവശ്യമായ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതിയാണ് ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവുക എന്നുള്ളത്. ഈ മനുഷ്യന്റെ മനസ്സ് നന്നാകുന്ന ഒരു
പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലിനിക്കാണ് നമ്മുടെ മദ്രസകൾ. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ്, ഇവിടുത്തെ ഡോക്ടർമാരാണ്, ഇവിടെയുള്ള ഗുരുവര്യന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ. ഉസ്താദി അലാ നഫ്സി വാലിദി, എൻ്റെ വാപ്പയേക്കാൾ എൻ്റെ ഗുരുവിനെ ഞാൻ മുൻഗണന നൽകുന്നു എന്ന് മഹാന്മാർ പറയാനുണ്ടായിരുന്ന കാരണം ഈ പറഞ്ഞതിൻ്റെ ആകത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പനി വന്ന് മരിച്ചു പോകുന്നത് പോലെയല്ല ഒരു മനുഷ്യന്റെ മനസ്സ് ചീത്തയായി കഴിഞ്ഞാൽ. ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിലെ ആനന്ദങ്ങൾ മുഴുവനും അയാൾക്ക് കൈവരിക്കണമെങ്കിൽ നിർബന്ധമായ ഒന്നാണ് അൽ ഇസ്മത്തു മിനശ് ശൈത്താനിർ റജീം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് എന്ന് പറയുന്ന ഈ ഇബ്ലീസിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് മോചിതനാക്കപ്പെട്ട ഒരു മനസ്സായിരിക്കൽ നിർബന്ധമാണ്. പലപ്പോഴും ചെറിയവരെയും വലിയവരെയും ചെറുപ്പക്കാരെയും വയസ്സായവരെയും എല്ലാവരെയും ഇബ്ലീസ് ഇവരുടെ ഒക്കെ മനസ്സ് പിടികൂടുക എന്നുള്ളത് അവന്റെ ദൗത്യമാണ്. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. എല്ലാ സമയത്തും 24 മണിക്കൂറും നല്ല ഊർജസ്വലതയോടെ മനുഷ്യനെ വഴി പിഴപ്പിക്കുവാൻ വേണ്ടി സകല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇബ്ലീസിന്റെ ദൗത്യം. അതവൻ നടത്തിക്കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. അപ്പോ ഇവനക്കൊരു മറുമരുന്നായി ഇബ്ലീസ് മനസ്സിൽ കടക്കാതിരിക്കാൻ വേണ്ടി ഈ മനസ്സിനെ ശുദ്ധമാക്കി, ഇവൻ ശത്രുവാണ്, ഇവൻ വരുന്ന വഴികൾ ഇന്നതൊക്കെയാണ്, ഇവന്റെ ചതിവരകൾ ഇന്നതാണ്, അതിൽ പെട്ടുപോകരുത്, അതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു ക്ലിനിക്കാണ് നമ്മുടെ മദ്രസകൾ. ഈ ക്ലിനിക്കിൽ നിന്ന് മരുന്ന് ലഭിച്ചവരാണ് ശരിയായ ട്രീറ്റ്മെന്റുകൾ ഇവിടുത്തെ ഗുരുവര്യന്മാരുടെ ഉപദേശ നിർദ്ദേശത്തോടെ സ്വീകരിച്ച് അങ്ങനെ പാലിച്ച് ജീവിക്കുന്നവരാണ് ദുനിയാവിലും ആഖിറത്തിലും അവര് രക്ഷപ്പെടുക. ദുനിയാവിലും അവർക്ക് സന്തോഷമാണ്, ആഖിറത്തിൽ അതിനേക്കാളേറെ സന്തോഷമാണ്. അങ്ങനെ സന്തോഷവും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒരു സ്വർഗീയാനുഭൂതി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുഞ്ഞിനെ ചെറുപ്രായത്തിൽ മുതലേ അവനെ പാകപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യന്മാർ ഈ മദ്രസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമകരമായ ദൗത്യം ഉസ്താദുമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും അവരോട് സഹകരിക്കലും ആ ഗുരുവര്യന്മാർക്ക് വേണ്ടുന്ന അംഗീകാരങ്ങളും അവർക്ക് വേണ്ടുന്ന ബഹുമാനാദരവുകളും നൽകൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും നിർബന്ധിതമായ ഒരു കടമ തന്നെയാണ്. ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഇന്നൽ മുഅല്ലിമ വതബീബ കിലാഹുമാ ലൻ യൻസഹാനി ഇദാഹുമാ ലം യുക്രമ. ഒരു മുഅല്ലിമിനെ വേണ്ടതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തെങ്കിലേ ആ മുഅല്ലിമിൽ നിന്ന് തിരിച്ച് ഈ മുതഅല്ലിമിന് അഥവാ പഠിതാവിന് വേണ്ടതുപോലെ നന്നാവാനുള്ള കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അത് ഏതൊരു സംഗതിയും അങ്ങനെ തന്നെ.
ومن يعظم شعائر الله അല്ലാഹുവിന്റെ ശിയാറുകളെ ബഹുമാനിക്കുക, ആദരിക്കുക. تعظيم ما عظم الله وتحقير ما حقر الله. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം. അതിൽ പരമപ്രധാനമായ നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഉസ്താദുമാർ. നമ്മുടെ മദ്രസകൾ വേണ്ടതുപോലെയുള്ള അംഗീകാരം കൊടുത്തേ പറ്റൂ, ആദരവുകൾ കൊടുത്തേ പറ്റൂ. ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാരുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നോ അവരുടെ രക്ഷിതാക്കളിൽ നിന്നോ ഉണ്ടായിക്കൂടാ. അവസാനം ആഖിബത്ത് ചീത്തയായി മരിക്കാൻ കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാവ് പഠിപ്പിച്ച വളരെ ഗൗരവതരമായ സംഗതിയാണിത്. ബഹുമാനപ്പെട്ട ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, മൻ യുഖഫിഫുൽ ഉസ്താദ. ആരെങ്കിലും തന്റെ ഗുരുവര്യനെ നിസ്സാരമായി കണ്ടാൽ, നിസ്സാരനാക്കിയാൽ 3 പരീക്ഷണങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ നിന്ന് ഒന്നാമത്തത് അവൻ പഠിച്ച അറിവുകൾ മുഴുവനും മറന്നുപോവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അവന്റെ റിസ്ക് തടയപ്പെടും. അവനക്ക് അല്ലാഹു നൽകുന്ന റിസ്ക് തടയപ്പെടും. റിസ്ക് തടയപ്പെടുന്ന കാരണങ്ങളിൽ ഒരു കാരണമാണ് ഉസ്താദുമാരെ നിന്ദിക്കുക എന്നുള്ളത്. മറ്റൊരു പരീക്ഷണമാണ് അവന്റെ അവസാനം ആഖിബത്ത് ചീത്തയായി മരിക്കും എന്നുള്ളത്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ബാരി ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു. ഞാൻ സംസാരം ചുരുക്കലാണ്. സദസ്ത പറഞ്ഞ അനുസരിച്ച് വളരെ അല്പം മാത്രം പറയുന്നു. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവിയിൽ ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ച മഹാനായിരുന്നു മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ്. ഇദ്ദേഹത്തിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം തമാശക്ക് ഒരു കളവ് പറഞ്ഞു. തമാശക്ക് വേണ്ടി കളവ് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ കുട്ടിയെ ശിക്ഷിക്കുകയും ആ കുട്ടിയെ പിടിച്ചൊരു റൂമിലാക്കി വാതിലടച്ചിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് മുഹമ്മദ് എന്ന ഖൈറുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമായ മുഹമ്മദ് എന്ന പേര് നിനക്ക് വെച്ചത് കളവ് പറയാനല്ല എന്ന് പറഞ്ഞിട്ട് 8 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞുമോനെ തൻ്റെ പിതാവ് മാതൃകാപരമായി ശിക്ഷിച്ചപ്പോൾ ആ കുട്ടി പിന്നീട് ലോകത്തറിയപ്പെട്ടത്, അല്ലെങ്കിൽ കേരളക്കര മുഴുവനും അറിയപ്പെട്ടത് അബുൽ ഹഖ് സത്യത്തിന്റെ പിതാവ് എന്ന പേരിൽ പിന്നീട് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത വിധം സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദിനെ കേരളക്കര അറിയപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയ, ഇന്നൊക്കെ നമ്മളെ മക്കളെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയോ? ശിക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുകൊണ്ട് തന്നെ ദീനിന്റെ പല ഭാഗങ്ങളും ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബ് തആല അല്ലാഹ് നീ ഞങ്ങളൊക്കെ നല്ല ആളുകളിൽ പെടുത്തണേ അല്ലാഹ്. ആദരവായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാവലിലും തണലിലും അല്ലാഹ് നീ ഞങ്ങളെ എന്നും നീ അടിയുറപ്പിച്ച് നിർത്തി തരണേ പടച്ചോനെ. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ബാരി ഉസ്താദ് ഖാദിരിയ തരീഖത്തിന്റെ ശൈഖ് കൂടിയായിരുന്നു. ഗൗസുൽ ആദം തങ്ങളുടെ മാസമാണ് ഈ മാസം. നമ്മൾ കഴിഞ്ഞ മാസത്തെ സാധാരണ പറയും മൗലിദ് മാസം എന്നും, റബീഉൽ ആഖിർ മാസത്തെ നമ്മളൊക്കെ പറയും റാത്തീബ് മാസം എന്നും പറയും. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാടെ മാസമാണ് ഈ മാസം. ഈ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ്. അതുപോലെ ഒരുപാട് ആളുകൾ അങ്ങനെ സ്മരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ സ്മരിക്കാറുണ്ട്.
ഇന്നിപ്പോൾ എൻ്റെ വല്യപ്പാട് അഥവാ ഉമ്മാടുപ്പാട് സദസ്സനക്കറിയാം കുട്ടൂത്ത് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഖാദിരി ദുരീഖത്തിൻ്റെ ഖലീഫയാണ്. ബഹുമാനപ്പെട്ട അയിലക്കാട് മൂപ്പരുടെ പ്രധാന ഖലീഫയാണ് വല്യപ്പ. അവരാണ്ടാണ് ഇന്ന്. ഒരു സംഭവം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരിക്കൽ ഈ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു പാറക്കോല് എന്ന് പറഞ്ഞ സാധനം പൊളിച്ചിട്ടിട്ടാണ് പണ്ടൊക്കെ തേങ്ങ പൊളിക്കുക. അപ്പോൾ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ നല്ല കോഴി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിടും. അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ ഇദ്ദേഹം അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് കുറച്ച് മണ്ണ്, സാധാരണ കുറച്ച് മണ്ണ്, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിടുക. അത് വലിയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ ആ മണ്ണ് അവിടെ തന്നെ പോയി കൊണ്ടുപോയിടുക. അത് നമ്മളുടേതല്ല, അത് എൻ്റെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടാൽ അത് ഹറാമാണ്, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും, അത് അവിടെ തന്നെ കൊണ്ടിടാൻ പറഞ്ഞ സംഭവം നമ്മുടെ ഉമ്മൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം സൂക്ഷ്മതയിൽ ജീവിച്ച മഹാന്മാർ അവരൊക്കെ സ്മരിക്കുന്ന ഈ സദസ്സ് അള്ളാഹ് ഞങ്ങളൊക്കെ ദുആക്ക് ഉത്തരമുള്ള നല്ല സദസ്സാക്കി മാറ്റണേ പഠിച്ചവനെ. എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള സദസ്സായി അള്ളാഹ് ഞങ്ങളെ ഈ സദസ്സിനെ നീ മാറ്റണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഴുവൻ ഉലമാക്കളുടെയും നൂറ് അൻവാറുകളെ കൊണ്ട്, അവരുടെ ഹക്ക് കൊണ്ട്, ആരംഭ നബി ത്വഹ തങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹ് ഞങ്ങൾ ആരെയും നീ നിരാശരാക്കല്ല അള്ളാഹ്. പരിപൂർണ്ണ ആഫിയത്തോടെ അഭിമാനത്തോടെ അള്ളാഹ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണത്തിന് സമാനമായി ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്കൊക്കെ നീ വിധിയാക്കണേ അള്ളാഹ്. ഞങ്ങളെ മക്കളെല്ലാവരെയും അള്ളാഹ് അവരവരുടെ ഗുരുവര്യന്മാരെ സ്നേഹിച്ച് ആദരിക്കുന്ന നല്ല മക്കളാക്കണേ പഠിച്ചവനെ അള്ളാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല മനസ്സ് നീ തരണേ അള്ളാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ അനുസ്മരിക്കേണ്ട ഒരു പ്രധാന വ്യക്തിയാണ് നമ്മളുടെ മദ്രസയിൽ ഒരുപാട് കാലം അധ്യാപകനായിരുന്ന ഹമീദ് മുസ്ലിയാർ. അദ്ദേഹം ഈ മദ്രസയിൽ അന്നൊക്കെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലവരെയും പഠിപ്പിച്ച ഉസ്താദാണ് അദ്ദേഹം. അവസാനം ഹജ്ജിന് പോയ പുണ്യഭൂമിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ അദ്ദേഹത്തിനെ സ്മരിക്കൽ അനിവാര്യമായതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതാണ്. സ്വാലിഹ്യങ്ങളെ സ്മരിക്കല് പാപം വർദ്ധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മൾ ഒരുപാട് തെറ്റുകളിൽ കഴിഞ്ഞു കൂടുന്നവരാണല്ലോ. അതിനൊക്കെ ഒരു മോചനം കിട്ടലാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനൊക്കെ ഉദ്ദേശം. ഇവിടെ ഈ മദ്രസയുടെ ചുറ്റുപാട് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ വീടുകളിലും മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. പ്രത്യേകിച്ച് പള്ളിക്കാട്ടിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. അതോടുകൂടി ഇവരൊക്കെ പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളുകൾക്കൂടെ പറഞ്ഞു അതൊക്കെ പ്രത്യേകം നമ്മൾ സ്മരിക്കണം. കാരണം പത്തിനോട് പോലും പ്രതിഫലം പറ്റാതെ പ്രവർത്തിക്കുന്നതാണ് കമ്മിറ്റി എന്നൊക്കെ നമുക്കറിയാം. നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാരനായ സയ്യിദ് ഒരുപാട് കാലം നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമാറാണ്. പിന്നെ ഇവിടെ അഭിരുചിയേറെ എനിക്ക് പറയണമെന്നായിരുന്നു, ഇനിയും പറയണില്ല. അദ്ദേഹം ഞാനിവിടെ 81 ജനുവരി 12-ാം തീയതിയാണ് വരുന്നത്. 81 ജനുവരി നിൽക്കുന്നത്. അത് വരുമ്പോൾ ആ മഞ്ച് കിടന്നിട്ട് നിങ്ങൾ കാണുന്നത് കളസ്റ്റിനൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്.
നടന്നിട്ടുണ്ടോ എന്ന് ലംഘിക്കണമൊക്കെ വരും. അപ്പോൾ ആദ്യമായി കണ്ടൊരു മനുഷ്യനുണ്ട്, എനിക്കത് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് എന്നോട് പറയുന്നത്, നമ്മളെ മൊഴികാറ്റിൽ പശുമോട് തീറ്റിട്ട് തോർത്തുമോട് തോന്നിട്ട് ഒരു കല്ലുമൂട് എടുത്തിട്ട് പശുമോട് തീറ്റുന്ന ഒരു മൊഴികാറ്റി നമ്മുടെ CM-ൻ്റെ അടുത്ത് വാർത്ത. അദ്ദേഹം പുഞ്ചിരിച്ച് എൻ്റെ കൈ തന്ന് ഞാൻ കുട്ടിയാണെന്നാണ് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്നേഹം എനിക്ക് ശുഭലക്ഷണമായിട്ടാണ് അത് തോന്നിയത്. ആ ശുഭലക്ഷണം തന്നെയാണ് ഇന്നും ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഇന്നലെ മരിച്ച നമ്മുടെ അബുദ്രാജിയുടെ ഭാര്യ അബുദ്രാജിക്കൂടെ പറഞ്ഞു പോയല്ലോ, അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ച മരിച്ചുള്ള അലവിക്കാം, അടുത്ത പ്രത്യേകം നമ്മൾ സ്മരിക്കണം. 7 വർഷത്തിനുള്ളിൽ മരിച്ചുപോയ നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാര്യ അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഉൾപ്പെടുത്തണം. അള്ളാഹുവോടെ എല്ലാം കബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മളിവിടെ തെറ്റൊന്നും ഇല്ലാത്തൊരു യാസീൻ ഓടണം, നല്ല അശ്രദ്ധയോടുകൂടി ഒരു യാസീൻ ഓടണം. ഈ യാസീൻ നമ്മൾ മരിച്ചു പോയവർക്കല്ല, നമ്മുടെ കുടുംബത്തിന് ഇഷ്ടംപോലെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, എൻ്റെ ജ്യേഷ്ഠനും അനിയനും മരിച്ചിട്ടുണ്ട്, ഉമ്മയും മാപ്പിയും മരിച്ചിട്ടുണ്ട്, എല്ലാവരും മരിച്ചിട്ടുണ്ട്. വല്യപ്പന്മാർ, മുത്താറന്മാർ ഒക്കെ മരിച്ചിട്ടുണ്ട്. ഒരുപാട് മുത്താറന്മാർ ഉണ്ടായിരുന്നു, ഒക്കെ മരിച്ചു പോയവരാണ്. ഇവിടെ മഹൽ പ്രവർത്തകരായി മരിച്ചുപോയ ഒരുപാട് ആളുകൾ. ഇവർക്കൊക്കെ നമ്മുടെ ഈ ഹദിയെ കിട്ടി സന്തോഷിക്കണം. അതിന് പക്വതയുള്ള യാസീനായിരിക്കണം എല്ലാവരും ഓടേണ്ടത്. അള്ളാഹു അത് സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലം എത്തിക്കുകയും ചെയ്യണം. അതിനെ പറ്റിയ യാസീൻ എല്ലാവരും പറ്റി പോകണം. അതേപോലെ ചെയ്യണമുള്ള പിന്നെ പ്രാർത്ഥനയാണ്. പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ മദ്രസയിൽ മരിച്ചുപോയ അഹമ്മദാജിനെ ഇവിടെ സ്മരിച്ചു. അദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ നമ്മുടെ കരീം ഉസ്താദ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിൽ വിചാരിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു വെളിച്ചമായി കൊടുക്കുമാറാണ്. ഇന്ന ആളുകളൊന്നും പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പറയാൻ നമുക്ക് എല്ലാവരും മാത്രം പറഞ്ഞതൊന്നും ശരിയല്ലല്ലോ. ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്ത് മരിച്ചത് കൊണ്ടും ഞാനുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളായതുകൊണ്ടും ഒക്കെയാണ്. എല്ലാവർക്കും വേണ്ടി ഉസ്മാൻ ഉസ്താദ് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു വേണ്ടി ദീർഘായുസ്സ് കൊടുത്തിട്ട് ഞാൻ അന്ന് വരുമ്പോൾ ആ പറയാൻ കൂട്ടത്തിൽ വരുമ്പോൾ അന്ന് 5ാം ക്ലാസ്സിൽ അധ്യാപകനായി ഇവിടുത്തെ സദൃസ്ഥായതായി പ്രവർത്തിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ ഞാൻ വന്നിട്ട് ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും നാട്ടുകാരുടെ അവകാശമുണ്ട്. പക്ഷെ അതിനൊക്കെ ഈ കൂട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച ഒരു മഹാൻ വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ഞാൻ ചെയ്യാത്തൊരു കാര്യങ്ങൾ നടക്കേണ്ടാവുന്ന ഒരു ചിന്ത പോലും ഒരു കാലത്ത് പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ്സ് ഉണ്ടാവണം. അദ്ദേഹം സാന്നിധ്യം നമുക്ക് ഇനിയും ലഭിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടി നമ്മളോടുകൂടി ഇനി ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുമാറാവട്ടെ. الفاتحة بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. يا سيدي القرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم وهم غافلون لقد حق القول على أكثرهم وهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وهي للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم وهم لا يبصرون وسواء عليهم أنذرتهم لم ينذرهم لا يؤمنون إنما تنذر من خشي الرحمن الغيب وبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نسيناه في إمام مبين وضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون
وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنظروا لنرجمنكم وليمسنكم منا عذاب أليم قالوا انظركم معكم فإن ذكرتم بل ننظركم مسرف وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يرد الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وأنزلنا على قومه من بعده من السماء وما كنا منزلين إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ويأتيهم من رسول إلا كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحياها فأخرجنا منها قوم يذكرون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلكه من النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم القمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكل في فلك يسبحون وآية لهم أننا علمناهم بالفلك المشحون فخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم ولا صريخ لهم ولا هم ينصرون إلا رحمة منا ومتاعا إلى حين فإذا قيل وإلى أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين فإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونمتعهم حتى الله إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يبصرون فلا يستطيعون توصية ولا إلى أهلهم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين ما يعبدني على صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو شاء لتمسنا على أعينهم فاستغفروا
الصراط ولو نشاء لمسخناهم على مكانتهم فما استطاعوا ولا يرجعون ومن نعمر ونكسه بالخلق فلا يعقل وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومصارع أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يهزمك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي ملكوت كل شيء وإليه ترجعون. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسد إذا حسد ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس مالك الناس إله الناس من شر وسوسة الناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മുടെ ഇവിടെ സമസ്തയുടെ പ്രവർത്തന ദിനമാണ്. സമസ്ത ഉണ്ടായത് 1926 ഈ മുഖത്തുനീതികളുടെ കടന്നുകയറ്റം ശക്തമായി വളർത്തുന്നത്. യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയാനാണ് ഇസ്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടി ഇസ്ലാം സമസ്തക്കാരനായിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാം. മഹാനായ സമസ്തയുടെ ആദ്യത്തെ നേതാവ് ആദം നബി അലൈഹി ഇസ്ലാമാണ്. നൂഹ് അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിമാണ്. അങ്ങനെ വന്നിട്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തയുടെ പ്രസിഡന്റാകുന്നത്. അങ്ങനെ വന്ന പ്രസ്ഥാനം അവർ നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ പ്രവർത്തിച്ച് കേരളത്തിൽ പുറത്തൊക്കെ നടന്നു വന്നിരുന്നതിൽ ചില ചിത്രശക്തികൾ കടന്നുകൂടിയിട്ട് ജൂതന്മാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് വ്യക്തമാണല്ലോ. കടന്നുകൂടിയിട്ട് നിമിതങ്ങളും സഹാബത്തും പ്രവർത്തിച്ചതല്ലാത്ത കുറെ ഇസ്ലാമിയത്താണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും വെളിച്ചത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ചിരുന്ന സംഘം കേരളത്തിലും എന്ന് മാത്രമല്ല നമ്മുടെ നാടുകളിലൊക്കെ അത് വ്യാപിക്കാൻ തുടങ്ങി. പക്ഷേ മഹാന്മാരായ ഔലിയാക്കന്മാരായ ആ മുൻകഴി സമസ്തയുടെ പണ്ഡിതന്മാരെ നേരെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സമസ്ത എന്ന ആദ്യകാല പ്രസ്ഥാനം അതിന് പുതിയ ഒരു സമസ്ത കേരള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ കൂട്ടി നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനക്കാരെ നമ്മൾ എതിർത്തില്ലെങ്കിൽ പുറത്തങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നബിയോ സഹാബത്തോ കാണിച്ചു തന്ന ഇസ്ലാം നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറഞ്ഞാൽ നബിയുടെയും സഹാബത്തിൻ്റെയും പ്രസ്ഥാനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് ബദൽമാന്മാരായ മഹാന്മാരായ ആളുകളെ സ്മരിക്കലാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഈ ഒരുമിച്ചുകൂടിയുള്ള ഉദ്ദേശം. അതോടുകൂടി നമ്മളിൽ നിന്നുള്ളവരെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക എന്നതാണ്. എനിക്ക് പ്രാർത്ഥന കഴിയുക. സത്യമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കും. എൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരും. ഈ ബഹുമാനപ്പെട്ട മജ്‌ലിസ് കാരണമായി എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരും എന്നുള്ള നല്ല ഉറപ്പാണ് നമ്മളൊക്കെ ദുആ ചെയ്യാൻ പോകുന്നത്. സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും മഹാന്മാരെയും എല്ലാവരെയും നമ്മളെ മുൻനിർത്തി ഓരോരുത്തരെയും നമുക്ക് എടുത്തു പറയാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സമയം ഇല്ലാത്ത കാരണം നമ്മൾ അല്ലാഹു പറയാ, പഠിച്ചവനെ അവരൊക്കെ ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, അവരെ പറയാനുള്ള ആഗ്രഹമുണ്ട് അല്ലാഹ്, എന്നാലും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെയൊക്കെ ആ മഹാന്മാരുടെയൊക്കെ മദദ് കൊണ്ട് അല്ലാഹ് രക്ഷപ്പെടുത്തണമെന്നുള്ള നല്ല മനസ്സോടുകൂടി നമ്മൾ ദ്വാരക്കാം. ഉറപ്പായിട്ടും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഈ ദുനിയാവിലോ ആഖിറത്തിലോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും കുടുംബപരമായതാണെങ്കിലും ഏത് നിലക്കുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم لك الحمد ولك الشكر يا رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ ഈ സമയം വരെ ഒരുമിച്ച് കൂടിയത് അല്ലാഹ് നീ സ്വാലിഹായ കർമ്മമാക്കണേ പഠിച്ചവനെ. ഖുർആൻ ഓതിയത് സജ്ജനങ്ങളിൽ ചിലരെ ഞങ്ങൾ പറഞ്ഞത് അല്ലാഹ് ഞങ്ങളിവിടെ ചെയ്ത മുഴുവൻ ഹസനാത്തുകളും അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹ്, ഈ പറയപ്പെടാത്ത എല്ലാ മഹാന്മാരുടെയും ഹക്ക് കൊണ്ട്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട്, അവിടുത്തെ നൂറ് കൊണ്ട്, അൻവാറുകളെ കൊണ്ട് അല്ലാഹ് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് വ്യത്യസ്ത രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹ് നീ ശിഫാ നൽകണേ പഠിച്ചവനെ. ശിഫാ ഇല്ലാത്ത ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് ആർക്കും തരല്ല അല്ലാഹ്. ആരോഗ്യം എന്നും നീ നിലനിർത്തി തരണേ പഠിച്ചവനെ. ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വിധിക്കരുത് റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മക്കളൊക്കെ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെയും നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സൊക്കെ നല്ല മനസ്സാക്കണേ റഹ്മാനെ. ആദരവായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട മക്കത്തുൽ മുകറമായിലും മദീനത്തുൽ മുനവ്വറയിലും ചെല്ലാൻ അല്ലാഹ് നീ വിധിയാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ കുടുംബപരമായ എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാഹ്. സാമ്പത്തികമായ എല്ലാ പരാധീനതകളും പരിമിതികളും അല്ലാഹ് നീ പരിഹരിക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട് അല്ലാഹ് നീ കടങ്ങളൊക്കെ വീടാനുള്ള എല്ലാ വഴികളും നീ തുറക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹ്, ഈ മഹല്ലത്തിനെ, ഈ മദ്രസയെ, അതുപോലുള്ള ഈ ദീനിന്റെ സ്ഥാപനങ്ങളെ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹ് അവരുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ സേവനങ്ങൾ മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, മരിച്ചുപോയ ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അല്ലാഹ്. ഈ ദീനിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഞങ്ങളുടെ നാടിന് വേണ്ടി സേവനം ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട് അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹ്. മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഗുരുവര്യന്മാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട് അല്ലാഹ്. അവരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹ്. അവരെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർക്ക് നീ പൊറുക്കണേ റഹ്മാനെ. അവർക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്. അവരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹ് ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ അല്ലാഹ്, അവരുടെയൊക്കെ പരലോക ദർജ നീ ഉയർത്തണേ റഹ്മാനെ. ഖബറിലെ ശിക്ഷകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹ്, പടച്ചവനെ,
ജീവിതകാലം മുഴുവൻ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ അല്ലാഹ് നീ വിധിയാക്കണേ റഹ്മാനെ. അല്ലാഹ് ഈ നിലവിൽ അല്ലാഹ് കമ്മിറ്റി ഭാരവാഹികൾ അവർക്കെല്ലാവർക്കും നല്ല ആഫിയത്തും നല്ല റാഹത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഈ മദ്രസയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹ് എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹ് നീ ആഫിയത്തും ആരോഗ്യവും നീ നിലനിർത്തണേ റഹ്മാനെ. റഹ്മാനുറഹീമായ അല്ലാഹ് പേടിക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ ഹക്കുകൊണ്ട് അല്ലാഹ് നീ ഞങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ അവയവങ്ങളെ ഞങ്ങളുടെ മക്കളെ ഭാര്യമാരെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ അല്ലാഹ് ഈ ഒരു സംരംഭവുമായി സ്നേഹിച്ച സഹകരിച്ച എല്ലാവരെയും എല്ലാ മഹൂഫായ എല്ലാ കാര്യങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ മുസ്ലിമാത്തിനെയും അല്ലാഹ് നീ ആഫിയത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹ് മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ മുഴുവനും അല്ലാഹ് നീ കാക്കണേ റഹ്മാനെ. നീ സംരക്ഷിക്കണേ അല്ലാഹ്. പിഞ്ചു മക്കളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹ് മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന അമുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകുന്ന അമുസ്ലിമീങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹ് സംരക്ഷണം നൽകുന്ന മുസ്ലിമീങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും അല്ലാഹ് പരസ്പര സൗഹാർദ്ദവും അല്ലാഹ് സഹോദര സമുദായങ്ങൾക്കിടയിൽ അല്ലാഹ് പ്രത്യേകിച്ചും അല്ലാഹ് എന്നും നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹ് ഈ നാടിനു വേണ്ടി ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് വിദേശികളുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹ് വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലാഹ് അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ജോലികളിൽ അവരുടെ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ അല്ലാഹ് നീ ഖൈർ നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ സ്മരിക്കാനും അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാനും ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് അല്ലാഹ് അവർ സന്തോഷിക്കാൻ കാരണമാക്കണേ അല്ലാഹ്. അവരെ പരലോക ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടാൻ ഈ മജ്‌ലിസിന് കാരണമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇതുപോലെ പ്രാർത്ഥനാ സദസ്സ് ഉണ്ടാക്കിയ മഹാന്മാർ അവരുടെ ദറജകൾ നീ ഉയർത്തണേ റഹ്മാനെ. റഹ്മാനുറഹീമായ അല്ലാഹ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പാടക്കാവൽ ഞങ്ങൾക്കും ഞങ്ങളുടെ വീടിലും ഞങ്ങളുടെ മക്കളിലും അല്ലാഹ് നീ എന്നും നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് നിന്റെ ഔലിയാക്കളെ ഹക്കുകൊണ്ട് അവരെ നൂറ് കൊണ്ട് അല്ലാഹ് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പലരും പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചിരിക്കുന്നവരുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹ് നീ വേണ്ടതുപോലെ അല്ലാഹ് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ സദസ്സിൽ ആരൊക്കെ എന്തൊക്കെ ഏതെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് പറയാത്തവരുണ്ട് എല്ലാവരുടെയും മോഹങ്ങളും ആഗ്രഹങ്ങളും ആശകളും എല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ദുഃഖങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മുഴുവനും നീ അകറ്റണേ അല്ലാഹ്. പൈശാചികമായി സിഹ്ർ സംബന്ധമായി ഏത് നിലക്കുള്ള വിഷമങ്ങളാണെങ്കിലും അല്ലാഹ് നീ അകറ്റണേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പടച്ചവനെ നീ വിധിയാക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ് ആദരവായ ആരംഭ നബി ത്വാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫാ ലഭിച്ച നല്ല ആളുകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് സുഖം കിട്ടിയവരിൽ അല്ലാഹ് നീ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. അവിടുത്തെ നഫഹാത്ത് ബറകാത്ത് കൊണ്ട് അല്ലാഹ് ഇരു വീട്ടിലും വിജയിക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാനെ. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ
ربنا إنك رؤوف رحيم آمين رب ارحمهما كما ربياني صغيرا آمين رب ارحمهما كما ربياني صغيرا آمين رب ارحمهما كما ربياني صغيرا آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين ربنا تقبل منا إنك أنت السميع العليم آمين وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على അടുത്തതായി നന്ദി പറയുന്നതിനായി മറ്റൊരാളെ ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. നമ്മളെ വേദിയിരിക്കുന്ന സദർ ഉസ്താദ്, ബഹുമാനം നിറഞ്ഞ നമ്മളെ പ്രസിഡന്റ്, സെക്രട്ടറി ഉസ്മാൻ ഉസ്താദ്, മറ്റു മദ്രസ അധ്യാപകർ, അതിലുപരിയായി നമ്മളെ സദസ്സിലിരിക്കുന്ന ബഹുമാനം നിറഞ്ഞ യു എ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുണ്ട്, കുവൈത്ത് വെൽഫെയറിൻ്റെ അംഗങ്ങളുണ്ട്, മസ്കറ്റിലെ അംഗങ്ങളുണ്ട്, സൗദിയിലെ അംഗങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഞാനൊരു കാര്യം ഓർക്കുകയാണ്, നമ്മളെ ഈ വേദിയിൽ നമ്മളെ മറാഠി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് ഓർമ്മ വന്നുപോയി പെട്ടെന്ന്. ഇപ്രാവശ്യം നമ്മളെ കൂടെ ഇല്ല ആള്. അപ്പോൾ പല ഉസ്താക്കന്മാരും നമ്മളെ മദ്രസയിൽ പഠനം നടത്തി കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു പ്രാർത്ഥന ദിനമാണ് നമ്മൾ ഇന്നവിടെ നടത്തിയത്. അപ്പം അതിൻ്റെ പേരിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന പെങ്ങന്മാർ, അതുപോലെ തന്നെ കുട്ടികൾ, നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, കുഞ്ഞു വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മഹല്ല് കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സദുസ്താദിനും നമ്മളെ ഉസ്താദായ ഉസ്മാൻ ഉസ്താദിനും മറ്റു നമ്മളെ പ്രസിഡന്റ് എന്നിവർക്ക് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് നമ്മളെ ഈ പ്രസ്ഥാനം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.